ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് അമീൻസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്, വളരെ ചെറിയ ചാപ്റ്ററാണ്. ഒരു കാര്യം വളരെ ആമുഖമായി പറയുന്നു, CM അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ജസ്റ്റ് ഒരു റൗണ്ട് റിവിഷന് വേണ്ടിയിട്ട് ഇരുന്ന് കാണുക. യാതൊരു ഐഡിയയും ഇല്ലാതെ പരീക്ഷയ്ക്ക് പോവുകയാണ് എന്നുള്ളവർ നിർബന്ധമായിട്ടും കാണുക. പഠിച്ചു കഴിഞ്ഞവർ അതൊരു റിവിഷൻ പേർപ്പസിൽ മാത്രം പെട്ടെന്ന് അടിച്ചു മിന്നി കാണുക. എനിവേ 2026 നിങ്ങളൊന്ന് വൃത്തിയായി പഠിച്ചിട്ട് റിപ്പീറ്റൊക്കെ ചെയ്തിട്ട് എൻട്രൻസ് എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും CM അക്കാഡമിയിൽ കോൺടാക്റ്റ് ചെയ്യുക. കാരണം നമുക്ക് റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമുണ്ട്. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നവരാണെങ്കിലും എന്ത് പഠിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് ബേസ് മുതൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒരു ബാച്ചിൽ നിന്ന് 30% വിദ്യാർത്ഥികൾക്ക് MBBS വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം. അമീൻസ് എന്ന ചാപ്റ്ററിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ആദ്യമായിട്ട് അമീൻസിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അമീൻസിൻ്റെ ടൈപ്പുകളാണ്. കുഞ്ഞുങ്ങളെ, പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷ്യറി അമീൻ എന്നിങ്ങനെ അമീൻസ് 3 വിധമുണ്ട്. ഞാൻ ഈ എഴുതിയ ആൾ CH3 CH2 NH2 എന്ന് പറയുന്നത് ഒരു പ്രൈമറി അമീനാണ്. CH3 CH3 NH2 എന്ന് പറയുന്നത് ഇവിടെ ഒരു CH3, ഇവിടെ ഒരു NH2. ഇദ്ദേഹം ഒരു സെക്കൻഡറി അമീൻ ആണെന്ന് പലർക്കും തോന്നും, പക്ഷേ ഇദ്ദേഹവും പ്രൈമറി അമീനാണ്. CH3C CH3 ഇവിടെ ഒരു NH2 വരികയാണെങ്കിൽ ടെർഷ്യറി അമീൻ ആണെന്ന് തോന്നും, പക്ഷേ ഇതെല്ലാം പ്രൈമറി അമീനാണ്. അപ്പോൾ നമ്മൾ ആൽക്കഹോളിലും ഹാലോ ആൽക്കേനിലും പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്ന് തരംതിരിക്കുന്ന പോലെയുള്ള ക്ലാസിഫിക്കേഷൻ അല്ല അമീൻസിലുള്ളത്. അമീൻസിൽ പ്രൈമറി അമീൻ ആണെങ്കിൽ NH2 എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാകും. സെക്കൻഡറി അമീൻ ആണെങ്കിൽ NH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാകും. ടെർഷ്യറി അമീൻ ആണെങ്കിൽ N എന്ന ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കണം. ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് NH2, ഇവിടെയും NH2, ഇവിടെയും NH2. വാട്ട് എവർ ബി ദി ഡിഗ്രി ഓഫ് ദി കാർബൺ അറ്റാച്ച്ഡ് വിത്ത് ഇറ്റ്, അതുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ ഡിഗ്രി പ്രൈമറിയോ സെക്കൻഡറിയോ ടെർഷ്യറിയോ ആയിക്കോട്ടെ, വന്നത് NH2 ആണല്ലോ, സോ ഇറ്റ് ഈസ് പ്രൈമറി. അപ്പോൾ എങ്ങനെയാണ് സെക്കൻഡറി ഉണ്ടാവുക? CH3 NH CH3 ഇത് സെക്കൻഡറിയാണ്. CH3 N CH3 ഇത് ടെർഷ്യറിയാണ്. കളി മനസ്സിലായല്ലോ? അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കിയിട്ടാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമീൻസിനെ തമ്മിൽ തരംതിരിക്കുക. നെക്സ്റ്റ് പ്രിപ്പറേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു 3-4 റിയാക്ഷൻസ് നമുക്കിവിടെ പഠിക്കാനുണ്ട് മോനെ. ഫസ്റ്റ് വൺ റിഡക്ഷൻ ഓഫ് NO2 ഗ്രൂപ്പാണ്. എടാ നൈട്രോ ഗ്രൂപ്പില്ലേടാ NO2, ഈ NO2 ഗ്രൂപ്പിനെ ഞാൻ ഇനി നിങ്ങൾക്ക് തരുന്ന റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് NH2 ആയിട്ട് മാറും. എഴുതി വെച്ചോ, ബോക്സിലാക്കി അടക്കം ചെയ്തെടുത്ത് വെച്ചോ. NO2 ഗ്രൂപ്പിലേക്ക് ഞാൻ പറയുന്ന റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിച്ചാൽ NH2 ആകും. ഞാൻ പറയുന്ന റെഡ്യൂസിങ് ഏജൻസിനെ സൂക്ഷിച്ച് കണ്ടോളൂ. ഫസ്റ്റ് വൺ ടിൻ ബാർ HCl, സെക്കൻഡ് വൺ സിങ്ക് ബാർ HCl, തേർഡ് വൺ നോക്കണേ Fe ബാർ HCl. ഈ 3 പേരിൽ ഏത് ഉപയോഗിച്ചാലും NO2 ഗ്രൂപ്പ് NH2 ആയിട്ട് മാറും. നോക്കിക്കോളണേ മോനെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റ് ഞാൻ പറയുന്നുണ്ട്. അതിൽ Fe ബാർ HCl ആണ് ബെസ്റ്റ്. ബാക്കിയുള്ളവരെക്കാൾ ബെസ്റ്റ് Fe ബാർ HCl ആണ്. അയൺ സ്ക്രാപ്പ് ബാർ HCl എന്നൊക്കെ ചിലപ്പോൾ റിയാക്ഷനിൽ കാണാറുണ്ട്. അയാളാണ് ബെസ്റ്റ്. കാരണം ബാക്കിയുള്ള റെഡ്യൂസിങ് ഏജൻസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അളവിൽ കൂടുതൽ, കുറേ അളവിൽ വേണ്ടി വരും. Fe ബാർ HCl ആണെങ്കിൽ കുറഞ്ഞ അളവിൽ മതി. അതാണ് അതിനെ ബെസ്റ്റ് ആക്കിയത്. എടാ നൈട്രോ ബെൻസീൻ ഇല്ലായിരുന്നോ പണ്ട്? ബെൻസീൻ റിങ്ങിൽ NO2. അതിലേക്ക് ഞാൻ ടിൻ ബാർ HCl ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നുമില്ല, ബെൻസീൻ റിങ് അവിടെ തന്നെ നിൽക്കും. NO2 ഗ്രൂപ്പ് NH2 ആയിട്ട് മാറും. അപ്പോൾ റിയാക്ഷൻസും എക്സാമ്പിൾസൊക്കെ ഒരുപാട് നമുക്ക് എഴുതാം, പക്ഷേ അതിലൊന്നും കാര്യമില്ല. NO2 ഗ്രൂപ്പ് നേരെ NH2 ആക്കി മാറ്റിയാൽ മതി. അടുത്ത് നമുക്ക് സംസാരിക്കാനുള്ളത് റിഡക്ഷൻ ഓഫ് അമൈഡാണ്. നിങ്ങൾക്കറിയാം RC ഡബിൾ ബോണ്ട് ONH2 എന്നതാണല്ലോ ഒരു അമൈഡിൻ്റെ ഫോർമുല. അതിലേക്ക് ഞാൻ ഇനി പറയുന്ന റെഡ്യൂസിങ് ഏജൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് റിഡക്ഷൻ നടന്നിട്ട് അത് RCH2NH2 ആയിട്ട് മാറും. എടാ അപ്പോൾ ചേഞ്ച് സംഭവിച്ച ഭാഗം ഏതാണോ അതിന് ഞാൻ ഇങ്ങനെ ഒന്ന് ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഇത്രയല്ലേടാ ചേഞ്ച് ഉള്ളൂ. നിങ്ങളൊന്ന് നോക്കിക്കേ, ആ C ഡബിൾ ബോണ്ടോയുടെ മുമ്പും ശേഷവും ഉണ്ടായിരുന്ന R ഗ്രൂപ്പും NH2 അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. C ഡബിൾ ബോണ്ടോ CH2 ആയി മാറി. സ്വാഭാവികം, റിഡക്ഷൻ ആണല്ലോ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ റിമൂവ് ചെയ്ത് ഹൈഡ്രജനെ ആഡ് ചെയ്യുക എന്നാണല്ലോ. അപ്പോൾ ഓക്സിജൻ റിമൂവ് ചെയ്തു, ഹൈഡ്രജൻ ആഡ് ചെയ്തു. എന്ത് കിട്ടി മോനെ? പ്രൈമറി അമീനാണ് എനിക്ക് കിട്ടുക. സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സ് ഈ റെഡ്യൂസിങ് ഏജൻസ് ആരൊക്കെയാണ് എന്നറിയാൻ വേണ്ടി തുടിക്കുന്നുണ്ടാകും. കാണാതെ പഠിച്ചു വെച്ചോ. ഫസ്റ്റ് വൺ
ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. സെക്കൻഡ് വൺ നിക്കൽ ഓർ പലേഡിയം ഓർ പ്ലാറ്റിനം, ഇതിലേതെങ്കിലും ഉപയോഗിക്കാം. തേർഡ് വൺ സോഡിയം ബാർ എത്തനോൾ. സോഡിയം ബാർ എത്തനോൾ, ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിലേത് ഉപയോഗിച്ചാലും അമൈഡ് പ്രൈമറി അമീനായി മാറും. നോട്ട് ചെയ്ത് വെച്ചേക്കുക. തേർഡ് വൺ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷനാണ്. ഇതിനെ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്നും പേര് വിളിക്കും. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ എന്നും പേര് വിളിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ ഡീഗ്രഡേഷൻ എന്ന് എക്സ്ട്രാ വിളിക്കണേന്ന് അറിയോ? ഇവിടെ റിയാക്ഷൻ കഴിയുമ്പോൾ ഒരു കാർബൺ കുറഞ്ഞു പോകും, ലെസ് ആകും. 1 കാർബൺ ലെസ് ആയിരിക്കും. അതായത് റിയാക്റ്റൻറ്റിൽ 5 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റിൽ 4 കാർബണേ ഉണ്ടാവുള്ളൂ. റിയാക്റ്റൻറ്റിൽ 3 കാർബൺ ആണെങ്കിൽ പ്രൊഡക്റ്റിൽ 2 കാർബണേ ഉണ്ടാവുള്ളൂ. ഞാൻ കാണിച്ചു തരാം. റിയാക്റ്റൻ്റ് ആരാന്ന് എഴുതി വെച്ച മോനെ? റിയാക്റ്റൻറ്റ് പ്രൈമറി അമൈഡ് ഓൺലി. പ്രൈമറി അമൈഡ് മാത്രമേ റിയാക്ഷനിൽ പങ്കെടുക്കുള്ളൂ. പ്രൈമറി അമൈഡ് ഓൺലി. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ആരായിരിക്കും? പ്രൈമറി അമീൻ ഓൺലി. പ്രൈമറി അമീൻ മാത്രമേ പ്രൊഡക്റ്റിൽ കിട്ടുള്ളൂ. കഥ ഞാൻ പറഞ്ഞുതരാം. കൂടെ ഒരു കാര്യം കൂടി പഠിച്ചോ. ഇതിലെ ഇൻ്റർമീഡിയറ്റുകൾ ആരാണ്? ഇൻ്റർമീഡിയറ്റ് കുഞ്ഞെ ഇവിടെ 2 ഇൻ്റർമീഡിയറ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ബ്രോമമൈഡ് എന്ന് പറയുന്ന ആളാണ്. സെക്കൻഡ് വൺ ഐസോസയനേറ്റ് എന്ന് പറയുന്ന ആളാണ്. ഐസോസയനേറ്റ്. ഐസോസയനൈഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, NC എന്നാണ് ഐസോസയനൈഡിൻ്റെ ഫോർമുല. ഐസോസയനേറ്റ് ആകുമ്പോൾ NCO എന്നുകൂടെ എക്സ്ട്രാ വരും. അപ്പോൾ ഐസോസയനേറ്റിനൊന്ന് പരിചയപ്പെടുത്തിയതാണ്. ഐസോസയനേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാതെ പോകുന്നത് മോശമാണ്. NCO, CH3NCO. ഇദ്ദേഹത്തിൻ്റെ പേരെന്തായിരിക്കും അപ്പോൾ? മീഥൈൽ ഐസോസയനേറ്റ് എന്നല്ലടാ പേരുണ്ടാവുക. മീഥൈൽ ഐസോസയനേറ്റ് എന്നാണ് പേരുണ്ടാവുക. ഈ മീഥൈൽ ഐസോസയനേറ്റിന് ഒരു വളരെ ഒരു കുപ്രസിദ്ധിയുണ്ട്. എന്താണ് മീഥൈൽ ഐസോസയനേറ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഭോപ്പാൽ ട്രാജഡിയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഭോപ്പാൽ ട്രാജഡി. പണ്ട് ഭോപ്പാലിൽ ചെർണോബിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുണ്ടായി? ഒരു ഫാക്ടറിയിൽ നിന്ന് മീഥൈൽ ഐസോസയനേറ്റ് ലീക്കായിട്ട് എന്ത് സംഭവിച്ചു? ആയിരക്കണക്കിന് മനുഷ്യന്മാർ മരണപ്പെട്ടു. അപ്പോൾ ഭോപ്പാൽ ട്രാജഡിയിൽ ലീക്കായ ഗ്യാസ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് മീഥൈൽ ഐസോസയനേറ്റ്. ഐസോസയനേറ്റിന് ഓർമ്മ വന്നപ്പോൾ ഞാനൊന്ന് പറഞ്ഞതാണ്. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ്റെ റിയാക്റ്റൻ്റ് പ്രൈമറി അമൈഡാണ്. പ്രൊഡക്റ്റ് പ്രൈമറി അമീനാണ്. ഇൻ്റർമീഡിയറ്റ് 2 എണ്ണമുണ്ട്. ബ്രോമമൈഡും ഐസോസയനേറ്റുമുണ്ട്. 2 ഇൻ്റർമീഡിയറ്റ് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു 3 സ്റ്റെപ്പ് റിയാക്ഷനാണ്. 2 സ്റ്റെപ്പിൻ്റെ ഇടയിലല്ലടാ ഒരു ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവുക. അപ്പോൾ 3 സ്റ്റെപ്പിൻ്റെ ഇടയിലല്ലേ 2 ഇൻ്റർമീഡിയറ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ റിയാക്ഷൻ 3 സ്റ്റെപ്പിലായിട്ട് നടക്കുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. റിയേജൻറ്റ് ഇതുവരെ റിയേജൻറ്റിനെ നമ്മൾ സംസാരിച്ചില്ല. ഈ റിയാക്ഷൻ നടത്താൻ വേണ്ട റിയേജൻറ്റ് ബ്രോമിൻ ബാർ ആൽക്കലിയാണ്. ബ്രോമിൻ ബാർ ആൽക്കലി, ഏതെങ്കിലും ഒരു ആൽക്കലി, KOH അല്ലെങ്കിൽ NaOH. ഇനി ഞാൻ റിയാക്ഷൻ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളാണ്. RC ഡബിൾ ബോണ്ട് ONH2 ഇതല്ലേടാ പ്രൈമറി അമൈഡ്. അതിലേക്ക് ബ്രോമിനും ആൽക്കലിയും ഉപയോഗിച്ചു. ബ്രോമിനും KOH ഉപയോഗിച്ചു. എന്ത് സംഭവിക്കും? പ്രൈമറി അമീൻ ഉണ്ടാകും. ആ കിട്ടുന്ന പ്രൈമറി അമീനിനെ മനസ്സിലാക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്, എളുപ്പവഴിയുണ്ട്. ഈ കാണുന്ന C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. C ഡബിൾ ബോണ്ട് O എന്ന ഗ്രൂപ്പ് അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പോൾ എന്താടാ പ്രൊഡക്റ്റ്? RNH2 എന്ന് മാത്രം വരും. ആ C ഡബിൾ ബോണ്ട് എടുത്തുകൊണ്ട് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ഉപയോഗിക്കുന്ന അമൈഡിൽ N നമ്പർ ഓഫ് കാർബൺ ഉണ്ടെങ്കിൽ കിട്ടുന്ന പ്രൈമറി അമീനിൽ N-1 നമ്പർ ഓഫ് കാർബണേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? C ഡബിൾ ബോണ്ട് അവിടെ നിന്ന് പോകുന്നതോടുകൂടെ ഒരു കാർബണിൻ്റെ എണ്ണം കുറഞ്ഞില്ലേടാ. എടാ ബെൻസീൻ റിങ്ങിൽ C ഡബിൾ ബോണ്ട് O NH2 ഉണ്ടായിരുന്നു എന്ന് വെറുതെ വിചാരിക്കുക. ആരോ മാർക്കിന് മുകളിൽ കണ്ടു ബ്രോമിനുമുണ്ട്, OH- ഉണ്ട്. OH- എന്ന് പറഞ്ഞാൽ ആൽക്കലിയാണല്ലോ. റിയാക്ഷൻ എങ്ങനെയാടാ നടക്കുക? ഈ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് അവിടെ നിന്ന് അങ്ങോട്ട് പോകും. പോയി കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ പറഞ്ഞോ, ബെൻസീൻ റിങ്ങിൽ NH2 ഉണ്ടാകും. ബെൻസീൻ റിങ്ങിൽ NH2 ഉണ്ടാകും. അനിലിൻ ഈസ് ഫോംഡ്. ക്ലിയർ അല്ലേ മോനെ? അപ്പോൾ ഇതാണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ആരാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൻ്റെ റിയാക്റ്റൻ്റ്? നോട്ട് ചെയ്ത് വെച്ചോ. റിയാക്റ്റൻ്റ് താലിമൈഡാണ്. താലിമൈഡിനെ ഞാൻ വരച്ച് കാണിക്കും. അതിൻ്റെ റിയേജൻ്റ് പഠിച്ചോളണേ. റിയേജൻ്റ് ആരൊക്കെയെന്ന് പഠിച്ചോ. ഒന്ന് NaOH.
ആദ്യം KOH ആയിക്കോട്ടെ, ആ ഓർഡറിൽ തന്നെ പഠിച്ചോ. KOH, പിന്നെ RX, പിന്നെ NaOH. ഈ 3 പേരും വേണം. അപ്പം 3 സ്റ്റെപ്പിലായിട്ട് ഈ റിയാക്ഷൻ നടക്കും. പ്രൊഡക്റ്റ് നോട്ട് ചെയ്തോട്ടെ മോനെ. പ്രൈമറി അലിഫാറ്റിക് അമീൻ ഓൺലി. അലിഫാറ്റിക് അമീൻ ഓൺലി നോട്ട് ചെയ്യണേ, അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വേർഡാണ്. അലിഫാറ്റിക് അമീൻ മാത്രം. അലിഫാറ്റിക്കിൻ്റെ ഓപ്പോസിറ്റ് ആണ് അരോമാറ്റിക്. അരോമാറ്റിക് ഉണ്ടാവില്ല. പ്രൈമറി അരോമാറ്റിക് അമീൻ ഉണ്ടാക്കാൻ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിന് പറ്റില്ല. താലിമൈഡിനെ കണ്ടിട്ടില്ലാത്തവർ ഇതിലെ ബെൻസീൻ റിങ്ങിൻ്റെ അടുത്തടുത്ത പൊസിഷനിൽ C ഡബിൾ ബോണ്ട് O രണ്ടും കൂടി ഒരു NH അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇതിന് മുകളിൽ ഞാൻ പറഞ്ഞ 3 ആളുകൾ, ഒന്ന് KOH, RX, NaOH 3 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈമറി അലിഫാറ്റിക് അമീൻ കിട്ടും. ആരാ പ്രൈമറി അലിഫാറ്റിക് അമീൻ? RNH2. ഇതാണ് പ്രൈമറി അലിഫാറ്റിക് അമീൻ. NH2 ആണെന്നുള്ളത് കണ്ടപ്പോൾ തന്നെ പ്രൈമറി ആണെന്ന് മനസ്സിലായി. ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന NH2 ആണെങ്കിലാണ് അരോമാറ്റിക് ആവുക. അതുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്ത NH2 അല്ലാത്ത പ്രൈമറി മോളിക്യൂൾസ് ഇവിടെ ഉണ്ടാകും. പ്രൈമറി അലിഫാറ്റിക് അമീൻസ് ആണ് ഉണ്ടാവുക. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൽ ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ് അതാണ്. ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അമീൻസ് കാണിക്കുന്ന ഒരുപാട് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബേസിസിറ്റി. എടാ, ബേസിസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടർ ഉണ്ട്, മരിച്ചാലും മറക്കരുത്. ഒന്ന് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. ഇൻഡക്റ്റീവ് എഫക്റ്റ്. 2 സ്റ്റെറിക് എഫക്റ്റ് ആണ്. സ്റ്റെറിക് എഫക്റ്റ്. 3 സോൾവേഷൻ എനർജിയാണ്. സോൾവേഷൻ എനർജി ഓർ സോൾവേഷൻ എൻതാൽപ്പി. എടാ, ഞാൻ ബോർഡിൽ 3 പേരെ എഴുതുന്നുണ്ട്. ഈ 3 പേര് ആരൊക്കെയാണെന്ന് എന്നോടൊന്ന് പറഞ്ഞേ. RNH2, വേറൊരാൾ NH3, വേറൊരാൾ ബെൻസീൻ റിങ്ങിൽ NH2. കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് പറയണേ, ഒന്ന് എന്നോട് പറയണേ. NH3 ആരാണെന്ന് നിങ്ങൾക്കറിയാം, അമോണിയയാണ്. RNH2 എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അലിഫാറ്റിക് അമീനാണ്. അലിഫാറ്റിക് അമീൻസ് ആണ്. എടാ, ബെൻസീൻ റിങ്ങിൽ NH2 എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അരോമാറ്റിക് അമീൻസ് ആണ്. അരോമാറ്റിക് അമീൻസ്. കുഞ്ഞുങ്ങളെ, ഈ അലിഫാറ്റിക് അമീനും അരോമാറ്റിക് അമീനും അമോണിയയും 3 പേരും ബേസാണ്. നോട്ട് ചെയ്ത് വെക്കണേ, 3 പേരും ബേസാണ്. എന്തുകൊണ്ട്? ഈ 3 എണ്ണത്തിലും നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട്. അപ്പോൾ 3 പേരും ബേസിക് ആവാനുള്ള കാരണം സെയിം ആണ്. 3ലും നൈട്രജനിൽ ആരുണ്ട്? ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ ഓർഡർ ഓഫ് ബേസിസിറ്റി പരീക്ഷയ്ക്ക് മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഇങ്ങനെയാണ് ഓർഡർ ഓഫ് ബേസിസിറ്റി. അലിഫാറ്റിക് അമീനിനാണ് ഏറ്റവും കൂടുതൽ ബേസിക്, പിന്നെ അമോണിയ, അതിനേക്കാൾ ബേസിസിറ്റി കുറവാണ് അരോമാറ്റിക് അമീൻസ്. നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ബേസിസിറ്റിയുടെ ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ അലിഫാറ്റിക് അമീൻസിനെ മാത്രമായിട്ട് നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. അലിഫാറ്റിക് അമീൻസ്. ഈ അലിഫാറ്റിക് അമീൻ എന്ന് പറഞ്ഞാൽ 3 വിധം ഉണ്ടല്ലോ. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി 3 വിധമുണ്ട്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ. ഈ പ്രൈമറി അമീൻ ആണോ, സെക്കൻഡറി അമീൻ ആണോ, ടെർഷറി അമീൻ ആണോ മോർ ബേസിക് എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എടാ, പ്രൈമറി അമീനിനെ നമ്മൾ RNH2 എന്നല്ലടാ റെപ്രസെൻ്റ് ചെയ്യുക. സെക്കൻഡറി അമീനിനെ RNHR എന്ന് റെപ്രസെൻ്റ് ചെയ്യും. ടെർഷറി അമീനിനെ RNRR ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇതിലെ R ഗ്രൂപ്പിലടാ, R ഗ്രൂപ്പ്, ആ R ഗ്രൂപ്പ് മീതയിലാണോ R ഗ്രൂപ്പ് ഈതയിലാണോ എന്ന് സൂക്ഷിച്ച് നോക്കണം. ഇത് R ഗ്രൂപ്പ് മീതയിലോ ഈതയിലോ ആകുന്നതിനനുസരിച്ച് ഈ ഓർഡറിൽ മാറ്റമുണ്ട്. ആരാണ് നല്ല ബേസ് എന്നാണ് കേട്ടോ ഞാൻ പറയാൻ പോണേ. അപ്പോൾ ഇതിൽ ആരാണ് നല്ല ബേസ്, പിന്നെ ആര് എന്നുള്ള ഓർഡർ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ നൈട്രജൻ്റെ കൂടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് R ഗ്രൂപ്പ് മീതയിലാണോ ഈതയിലാണോ എന്ന് ചെക്ക് ചെയ്യണം. മീതയിലാണെങ്കിൽ ഏറ്റവും നല്ല ബേസ് സെക്കൻഡറിയാണ്, പിന്നെ പ്രൈമറി, പിന്നെ ടെർഷറി. ഈതയിലാണെങ്കിലും ഏറ്റവും നല്ലത് സെക്കൻഡറി തന്നെയാണ്, പക്ഷെ പിന്നെ ടെർഷറി, പിന്നെ പ്രൈമറി ഇങ്ങനെയാണ് വരിക. ഈ ഓർഡർ മറക്കരുത്. അപ്പോൾ R ഗ്രൂപ്പ് മീതയിലാണെങ്കിലും ഈതയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ള ആൾ സെക്കൻഡറിയാണ്. നോ കൺഫ്യൂഷൻ. പിന്നെ പ്രൈമറി, ടെർഷറി, അപ്പുറത്ത് ടെർഷറി, പ്രൈമറി തിരിഞ്ഞും മറിഞ്ഞും വരുന്നുണ്ട്. എങ്ങനെ ഓർക്കാം? മീതയിൽ എന്ന് പറഞ്ഞാൽ എത്ര കാർബണാണ് മോനെ? മീതയിൽ എന്ന് പറഞ്ഞാൽ 1 കാർബണല്ലേ ഉള്ളത്. അപ്പോൾ സെക്കൻഡറി കഴിഞ്ഞിട്ട് പ്രൈമറി ആണെന്ന് ഓർക്കുക. 1 കാർബൺ 1 ഏറ്റവും കൂടുതൽ സെക്കൻഡറി ആണെന്ന് ഉറപ്പ് തന്നെ. നെക്സ്റ്റ് 1 ആണോ 3 ആണോ എന്നാണല്ലോ ഡൗട്ട്. മീതയിലാണെങ്കിൽ 1 കാർബൺ ആണല്ലോ, അപ്പോൾ പ്രൈമറി.
ഈഥയിലാണെങ്കിൽ ഓപ്പോസിറ്റ് എന്ന് ഓർക്കുക. ഈഥയിലാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇത് മാത്രം പഠിച്ചോ. മീഥയിലാണെങ്കിൽ ഒരു കാർബൺ, ഏറ്റവും കൂടുതൽ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ ടെർഷറി. ഈഥയിലാവുമ്പോൾ ഏറ്റവും കൂടുതൽ സെക്കൻഡറി, പിന്നെ ടെർഷറി, പിന്നെ പ്രൈമറി. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാർബൈലമീൻ റിയാക്ഷൻ. കാർബൈലമീൻ റിയാക്ഷനെ ഐസോസയനൈഡ് ടെസ്റ്റ് എന്ന് പേര് വിളിക്കും. ഐസോസയനൈഡ് ടെസ്റ്റിൻ്റെ റിയേജൻറ്റ് നോട്ട് ചെയ്തോളണേ. റിയേജൻറ്റ് ഒന്ന് ക്ലോറോഫോം ആണ്, CHCl3, മറ്റൊന്ന് KOH ആണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. റിയാക്റ്റൻ്റ് ആരാണ് ഈ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുക? പ്രൈമറി അമീന് മാത്രമേ പറ്റുള്ളൂ. മറക്കാതിരിക്കാൻ, സെക്കൻഡറി അമീനിനും ടെർഷറി അമീനിനും ഈ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. പ്രൈമറി അമീനിനും സെക്കൻഡറി അമീനിനും ഈ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. അപ്പോൾ പ്രൈമറി അമീൻ മാത്രമേ റിയാക്ഷനിൽ പങ്കെടുക്കുള്ളൂ. സെക്കൻഡറി ആൻഡ് ടെർഷറി അമീൻസ് ഈ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. പ്രൊഡക്റ്റ് ആരാണ്? പ്രൊഡക്റ്റ് ഐസോസയനൈഡാണ്. അതുകൊണ്ടാണ് ഈ റിയാക്ഷനെ നമ്മൾ ഐസോസയനൈഡ് ടെസ്റ്റ് എന്നും പേര് വിളിക്കുന്നത്. എടാ, ഐസോസയനൈഡ് എന്ന് പറഞ്ഞാൽ RNC എന്നാണ് കേട്ടോ ഫോർമുല. ഹലോ, RNC. ഒരു കാര്യം ഞാൻ പറയട്ടെ, ലോകത്ത് ഐസോസയനൈഡ് ഉണ്ടാക്കാൻ ഒരുപാട് മെത്തേഡ് ഉണ്ടെങ്കിലും ഐസോസയനൈഡ് ഇൻ പ്യുവർ ഫോമിൽ ഉണ്ടാക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ് ഇദ്ദേഹമാണ്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റ് ചിലപ്പോൾ നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല. നമ്മളെല്ലാവരും പ്രൈമറി അമീൻ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ, ഐസോസയനൈഡ് ഉണ്ടാകും, അതിന് ഫൗൾ സ്മെല്ലുണ്ട്, അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അറിയും, അപ്പോൾ പ്രൈമറി അമീനിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റായിട്ട് യൂസ് ചെയ്യുമെന്നെല്ലാം നമ്മൾ കേട്ടതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, ഐസോസയനൈഡിനെ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് കാർബൈലമീൻ റിയാക്ഷനാണ്. ഇറ്റ് ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് ടു പ്രിപ്പയർ പ്യുവർ ഐസോസയനൈഡ് എന്ന് നോട്ട് ചെയ്ത് വെച്ചു. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് ഹിൻസ്ബർഗ് റിയേജൻ്റ് ആണ്. ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ ഹിൻസ്ബർഗ് റിയേജൻ്റ് ആരാണെന്ന് കാണണ്ടേടാ. ബെൻസീൻ റിങ്ങിൽ SO2Cl ആണ് ഹിൻസ്ബർഗ് റിയേജൻ്റ്. ഈ ബെൻസീൻ റിങ്ങിൽ SO2Clനെയാണ് നമ്മൾ ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന് പേര് വിളിക്കുക. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് എന്ന് പേര് വിളിക്കും. ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ടുള്ള റിയാക്ഷനെ നമ്മൾ സൾഫോണൈലേഷൻ എന്ന് പേര് വിളിക്കും. ശ്രദ്ധിക്കണേ, സൾഫോണേഷൻ അല്ല, സൾഫോണൈലേഷൻ ആണ്. നോട്ട് ചെയ്തോളണം. എടാ, പ്രൈമറി അമീനും സെക്കൻഡറി അമീനും ടെർഷറി അമീനും എല്ലാം ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും റിയാക്ട് ചെയ്യും. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോടാ, ഇതിലിട്ട് എല്ലാവരും റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടേ. ടെർഷറി അമീൻ റിയാക്ട് ചെയ്യില്ല. ഞാൻ ഉദ്ദേശിച്ചത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനുകൾ 3 രൂപത്തിലാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ അത് ഏത് രൂപത്തിലാണ് റെസ്പോണ്ട് ചെയ്യണതെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഈ കിട്ടിയ സാധനം നമ്മളെ കയ്യിലുണ്ടായിരുന്നത് പ്രൈമറി അമീനാണോ സെക്കൻഡറി അമീനാണോ ടെർഷറി അമീനാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഹിൻസ്ബർഗ് ടെസ്റ്റ് ടു ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി അമീൻസ്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനുകളെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ടെസ്റ്റായിട്ട് നമുക്ക് ഹിൻസ്ബർഗ് ടെസ്റ്റിനെ യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഈ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനുകൾ ഹിൻസ്ബർഗ് റിയേജൻറ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കിക്കോടാ. പ്രൈമറി അമീനാണെങ്കിൽ നമുക്കവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് കിട്ടും. സെക്കൻഡറി അമീൻ ആണെങ്കിലും പ്രസിപ്പിറ്റേറ്റ് കിട്ടും. പക്ഷെ ടെർഷറി അമീൻ ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് കിട്ടൂല. അപ്പോൾ പ്രൈമറി അമീൻ ആണെങ്കിലും സെക്കൻഡറി അമീൻ ആണെങ്കിലും പ്രസിപ്പിറ്റേറ്റ് കിട്ടും. അപ്പോൾ ഇനി അതിലേതാണെന്ന് മനസ്സിലാക്കാനുള്ള വഴി എന്താ അറിയോ? ഈ പ്രസിപ്പിറ്റേറ്റിന് എടുത്തു നോക്കുക. അയാളൊരു ആൽക്കലിയിൽ ഇട്ട് നോക്കിയാൽ സൊല്യൂബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. പ്രൈമറി അമീനിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ആൽക്കലിയിൽ സൊല്യൂബിളാണ്. പക്ഷേ സെക്കൻഡറി അമീനിൻ്റെ പ്രസിപ്പിറ്റേറ്റ് ഇൻസൊല്യൂബിൾ ഇൻ ആൽക്കലിയാണ്. അപ്പോടാ എനിക്ക് ഒരു സ്റ്റുഡൻറ്റ് കാണാൻ വന്നപ്പോൾ ഒരു കുപ്പി അമീന് കൊണ്ടുവന്നു, എന്നിട്ട് പറഞ്ഞു സാറേ കീച്ചിക്കോ. അപ്പോൾ ഇത് പ്രൈമറി അമീനാണോ സെക്കൻഡറി അമീനാണോ ടെർഷറി അമീനാണോ എന്ന് അറിയാതെ ഇവൻ എന്നെ പറ്റിക്കണോ എന്ന് അറിയണമല്ലോ, ഞാനത് യൂസ് ചെയ്യില്ല. അതിനുള്ള നല്ലൊരു ടെസ്റ്റാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ഞാനടാ അമീൻ എടുക്കുന്നു, അതിലേക്ക് ഹിൻസ്ബർഗ് റിയേജൻറ്റ് ഒഴിക്കുന്നു, പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു, കിട്ടുന്ന പ്രസിപ്പിറ്റേറ്റിനെ കോരിയെടുത്ത് ആൽക്കലിയിലിട്ട് കലക്കി നോക്കുന്നു, കലങ്ങുന്നു. എന്ത് മനസ്സിലായി? എനിക്ക് കിട്ടിയത് ഒരു പ്രൈമറി അമീനാണ്. അമീൻ എടുക്കുന്നു, ഹിൻസ്ബർഗ് റിയേജൻറ്റ് ഇടുന്നു, പ്രസിപ്പിറ്റേറ്റ് കിട്ടുന്നു, കിട്ടിയ പ്രസിപ്പിറ്റേറ്റിനെ ആൽക്കലിയിൽ ഇടുന്നു, കലങ്ങുന്നില്ല, സെക്കൻഡറി അമീനാണ്. അമീൻ എടുക്കുന്നു, ഹിൻസ്ബർഗ് റിയേജൻറ്റ് ഒഴിക്കുന്നു, പ്രസിപ്പിറ്റേറ്റ് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു, പ്രസിപ്പിറ്റേറ്റ് വരുന്നില്ല, ടെർഷറി അമീനാണ്.
പ്രൈമറി സെക്കൻഡറി ടെർഷറി അമീനുകളെ തമ്മിൽ തരംതിരിക്കാനുള്ള ടെസ്റ്റാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഹിൻസ്ബർഗ് റിയേജൻറ്റ് ഈസ് ബെൻസിൻ സൾഫണൈൽ ക്ലോറൈഡ്. മരിച്ചാലും മറക്കരുത്. റിയാക്ഷൻ വിത്ത് HNO2. ചില റിയാക്ഷൻസിലെ HNO2 എന്നതിന് പകരം NaNO2 പ്ലസ് HCl എന്ന റിയാക്ഷൻ കാണാറുണ്ട്. രണ്ടും ഒരാളാണ്. NaNO2 പ്ലസ് HCl എന്ന് കണ്ടാലും HNO2 എന്ന് കണ്ടാലും ഒരാളാണ്. HNO2നെ നാട്ടിൽ നൈട്രസ് ആസിഡ് എന്നൊരു പേരുമുണ്ട്. കുഞ്ഞുങ്ങളൊന്ന് ബോഡി നോക്കൂ. RNH2 പ്രൈമറി അമീൻ. ബെൻസീൻ റിങ്ങിൽ NH2 ഇറ്റ് ഈസ് ഓൾസോ പ്രൈമറി അമീൻ. എന്താ വ്യത്യാസം? ഇയാൾ ആലിഫാറ്റിക് ആണ്. ആലിഫാറ്റിക് ആണ്. ഇയാൾ അരോമാറ്റിക് ആണ്. എടാ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നീ പരീക്ഷയ്ക്ക് പോവണ്ട. അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആലിഫാറ്റിക് ആയിട്ടുള്ള അമീനും ആരോമാറ്റിക് ആയിട്ടുള്ള അമീനും HNO2മായിട്ട് റിയാക്ട് ചെയ്താൽ ഡിഫറെൻ്റ് പ്രൊഡക്റ്റ് കിട്ടും. പഠിച്ചു വെച്ചു. ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്. എടാ ആലിഫാറ്റിക് അമീനാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ആൽക്കഹോളാണ് കിട്ടുക. ആരോമാറ്റിക് അമീനാണെങ്കിൽ ബെൻസീൻ റിങ്ങിൽ N2Cl കിട്ടും. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് ഡൈഅസോട്ടൈസേഷൻ എന്ന് പണ്ട് നമ്മളെ പഠിച്ചിട്ടുണ്ട്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കിട്ടും. അപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ബെൻസീൻ ഡയസോണിയം സോൾട്ട് കിട്ടുന്നത് ആരോമാറ്റിക് അമീനിലേക്ക് HNO2 ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. ആലിഫാറ്റിക് അമീനിലേക്ക് HNO2 ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് ആൽക്കഹോൾ ആണ് കിട്ടുക. ആൽക്കഹോൾ മറക്കരുത് മോനെ. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ആൽക്കഹോളാണ് കിട്ടുക. അപ്പോൾ ഇതാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ പ്രിപ്പറേഷൻ. ആലിഫാറ്റിക് ആണെങ്കിൽ ബെൻസീൻ ഡയസോണിയം സോൾട്ട് അവിടെ ഡയസോണിയം സോൾട്ട് ഉണ്ടാകുമെങ്കിലും ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആൽക്കഹോളാണ് പ്രൊഡക്റ്റ്. അത് നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പണിവാളും. ഫിഫ്ത്ത് റിയാക്ഷൻ ബ്രോമിനേഷനാണ്. എടാ അനിലിനെ നിങ്ങളറിയാലോ. അനിലിൻ. ഈ അനിലിനിലേക്ക് ബ്രോമിനേഷൻ നടത്താൻ ഒന്നിരിക്കൽ ബ്രോമിനും കാർബൺ ഡൈ സൾഫൈഡും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രോമിനും വാട്ടറും ഉപയോഗിക്കാം. രണ്ടുപയോഗിച്ചാലും രണ്ടാണ് പ്രൊഡക്റ്റ്. ബ്രോമിനും കാർബൺ ഡൈ സൾഫൈഡുമാണെങ്കിൽ ഒരു മൈൽഡ് ബ്രോമിനേഷനാണ്. സോ ഒന്നിരിക്കൽ ഓർത്തോ പൊസിഷനിൽ ബ്രോമിൻ വരും, അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ ബ്രോമിൻ വരും. ആൻഡ് പാരാ പ്രൊഡക്റ്റ് ഈസ് ദി മേജർ പ്രൊഡക്റ്റ്. ക്ലിയർ? പക്ഷെ ബ്രോമിനും വാട്ടറുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു സ്ട്രോങ് ബ്രോമിനേഷനാണ്. എല്ലാ ഓർത്തോകളിലും പാരയിലും ഒരുമിച്ച് ബ്രോമിൻ വരും. ദിവിട ബ്രോമിൻ, ദിവിട ബ്രോമിൻ, ദിവിട ബ്രോമിൻ. ഇവൻ്റെ പേര് 2,4,6 ട്രൈബ്രോമോ അനിലിൻ എന്നാണ്. ട്രൈബ്രോമോ അനിലിൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് ഓർമ്മ പുതുക്കി. മക്കളെ, അമീൻസ് എന്ന ചാപ്റ്ററിൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കാണിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് റിയാക്ഷൻസ് ആണ് ഇവിടെ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ N2Cl അല്ലേടാ. അതിലേക്ക് ഞാൻ കോപ്പറിൻ്റെ സോൾട്ടും HXും എടുത്തു. ഇത് Cu2X2 എന്നും കാണാം, CuX എന്നും കാണാം. രണ്ടും ഒരാളാണ്. ബെൻസീൻ റിങ്ങിൽ ഒരു X വരും. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് സാൻമേഴ്സ് റിയാക്ഷൻ. പണ്ട് നമ്മൾ പഠിച്ചതാണ്, ഹാലോ ആൽക്കെയിൻസിൽ പഠിച്ചതാണ് സാൻമേഴ്സ് റിയാക്ഷൻ. മോനെ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് എടാ ഞാൻ കോപ്പറും HXും ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കും. കോപ്പർ സോൾട്ട് എടുത്താൽ സാൻമേഴ്സ് റിയാക്ഷൻ ആണ്. പക്ഷേ കോപ്പർ ആണെങ്കിൽ പ്രൊഡക്റ്റ് സെയിം തന്നെ, ബെൻസീൻ റിങ്ങിൽ X. പക്ഷേ പേര് ഗെറ്റർമാൻ റിയാക്ഷൻ എന്നാണ്. ഗെറ്റർമാൻ റിയാക്ഷൻ നോട്ട് ചെയ്തോട്ടാ. ഗെറ്റർമാൻ റിയാക്ഷൻ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് വരയ്ക്കാനുള്ള മടി കൊണ്ട് ഞാനിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഇതിലേക്കടാ ഞാൻ HbF4 ഉപയോഗിക്കുന്നു. ആഹാ, എന്ത് കിട്ടുമെന്നറിയോ? ബെൻസീൻ റിങ്ങിൽ ഒരു ഫ്ലൂറിൻ വരും. ബെൻസീൻ റിങ്ങിൽ ഫ്ലൂറിൻ വരും. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് എ നെയിം റിയാക്ഷൻ നോൺ ആസ് ബാൾസ് ഷീമാൻ റിയാക്ഷൻ. പേരൊന്നും NCERT-യിലില്ല, പക്ഷേ ഈ റിയാക്ഷൻ NCERT-യിലുണ്ട്. അപ്പോൾ പേരും കൂടിയാണ് പഠിക്കുമ്പോൾ റിയാക്ഷൻ എന്തായാലും മനസ്സിലവിടെ കിടന്നോളൂ. ബാൾസ് ഷീമാൻ റിയാക്ഷൻ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് Ki പൊട്ടാസ്യം അയഡൈഡ് ഉപയോഗിച്ചാൽ അയഡോബെൻസീൻ കിട്ടും. റിയാക്ഷന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ബെൻസീൻ ഡയസോണിയം സോൾട്ടിലേക്ക് വെള്ളം ഉപയോഗിക്കുന്നു. വെള്ളം സബ്സെ ബഡേ ശുദ്ധപാനി H2O. ഹീറ്റൊക്കെ ഉണ്ടായാൽ നന്നാകും. സ്റ്റീമൊക്കെയാണ് ഉപയോഗിക്കാറ് സാധാരണ. ഫീനോൾ കിട്ടും. ഇത് ഫീനോളിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. എടാ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് എഥനോൾ ഉപയോഗിക്കുന്നു. എഥനോൾ ഉപയോഗിച്ചാൽ ബെൻസീൻ കിട്ടും. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് നോട്ട് ചെയ്യണേ H3PO2 ഉപയോഗിക്കുന്നു. H3PO2 അപ്പോഴും ബെൻസീൻ കിട്ടും. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് ആൽക്കഹോൾ ഉപയോഗിക്കുന്നു. ആൽക്കഹോൾ ROH, ബെൻസീൻ റിങ്ങിൽ OR കിട്ടും. OR കണ്ടീഷൻ ഉണ്ട്, ഈ ആൽക്കഹോൾ എത്തനോൾ ആവരുത്, എക്സെപ്റ്റ് എത്തനോൾ. കാരണം എന്താ, എത്തനോൾ ഉപയോഗിച്ചാൽ എന്താ പ്രൊഡക്റ്റ് എന്ന് ഞാൻ വേറെ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബെൻസീൻ കിട്ടും. മെത്തനോളോ പ്രൊപ്പനോളോ ബ്യൂട്ടനോളോ അങ്ങനെ ആരും ഉപയോഗിച്ചാലും OR കിട്ടും, അരോമാറ്റിക് ഈതർ കിട്ടും. ബെൻസീൻ ഡയസോണിയം സോൾട്ടിലേക്ക് ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണ് HbF4 ഉപയോഗിച്ചാൽ എന്ത് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്? ഫ്ലൂറോബെൻസീൻ കിട്ടുന്നല്ലടാ ഞാൻ പറഞ്ഞ നേരത്തെ. ബാൾസ് ഷീമാൻ റിയാക്ഷൻ ഫ്ലൂറോബെൻസീൻ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ HbF4ഉം NaNO2 എന്ന് ഒരുമിച്ച് ആരോ മാർക്കിന് മുകളിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ബെൻസീൻ റിങ്ങിൽ NO2 കിട്ടും, നൈട്രോബെൻസീൻ കിട്ടും. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ അമീൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ റിയാക്ഷൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. IUPAC നോമൻക്ലേച്ചറൊന്നും ഞാനിതിൽ പ്രതിപാദിച്ചിട്ടില്ല, എന്നാലും അതൊക്കെ ഇതിലുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തത്. കാരണം IUPAC നോമൻക്ലേച്ചർ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. എല്ലാവരും വീഡിയോ പോസ് ചെയ്യുക, പെട്ടെന്ന് ആൻസർ കാണുക, എന്നിട്ട് ഞാൻ പറയുന്ന ആൻസറും നിങ്ങൾ കരുതിയ ആൻസറും ശരിയാണെന്ന് ഉറപ്പ് വരുത്തുക. NH2 CH2 CH CH3 NH2, ഇവിടെ 1 ഇവിടെ 2, പ്രൊപ്പൈൻ 1,2 ഡൈ അമീൻ. ഓപ്ഷൻ 1. മോസ്റ്റ് കൺവീനിയൻറ്റ് മെത്തേഡ് ടു പ്രിപ്പയർ ആൻ അമീൻ കണ്ടെയ്നിങ് 1 കാർബൺ ആറ്റം ലെസ്. ഒരു കാർബൺ ആറ്റം ലെസ് ആവാനുള്ള കണ്ടീഷൻ റിയാക്ഷൻ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയേജൻറ്റ് വിൽ കൺവേർട്ട് അസറ്റമൈഡ്? എടാ അസറ്റമൈഡ് എന്ന് പറഞ്ഞാൽ CH3C ഡബിൾ ബോണ്ട് ONH2 ആണ്. ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് അസൈൽ ഗ്രൂപ്പ് ഓർ അസറ്റൈൽ ഗ്രൂപ്പ്. ഇതിനെ എത്തനമീൻ ആക്കണം. എത്തനമീൻ ആക്കുക എന്ന് പറഞ്ഞാൽ CH3CH2 NH2 ആണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? C ഡബിൾ ബോണ്ട് O എന്ന ഗ്രൂപ്പ് CH2 ആയി മാറി. അഥവാ പ്യുവർലി ഇറ്റ് ഈസ് റിഡക്ഷൻ നടത്താനുള്ള ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ് അതിൽ നല്ല ആൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് അമൈഡ് വിൽ നോട്ട് അണ്ടർഗോ ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ? ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ പ്രൈമറി അമൈഡ് ആവണം. ഇറ്റ്സ് എ പ്രൈമറി അമൈഡ്, ബട്ട് ഇറ്റ് ഈസ് എ സെക്കൻഡറി അമൈഡ്. So it cannot undergo Hofmann bromamide reaction. Option 4. The most reactive amine towards dilute hydrochloric acid. Hydrochloric acid എന്ന് പറഞ്ഞാൽ ഒരു ആസിഡ് ആണല്ലോ. അപ്പോൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ പ്രോപ്പർട്ടി ആണല്ലോ. ഇതിലാരാണ് ആസിഡുമായിട്ട് നല്ലോണം റിയാക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിലാരാണ് നല്ല ബേസ് എന്നാണ് ചോദ്യം. ഇതിലേതാണ് ഏറ്റവും ബേസ് എന്ന് ചോദിക്കുന്നതിന് പകരം ചോദിച്ചൊരു ചോദ്യമാണ്. ബേസിസിറ്റിയുടെ ഓർഡർ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് ഏതോ ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ ബേസിക് സെക്കൻഡറി ആണ്. പിന്നെയാണ് ആര് എന്നുള്ള ചർച്ചയിൽ പ്രശ്നങ്ങളുള്ളൂ. ഏറ്റവും കൂടുതൽ ബേസിക് സെക്കൻഡറി ആണ് എന്ന കാര്യത്തിൽ ചർച്ചയില്ല. മോസ്റ്റ് ബേസിക് എമംഗ് ദി ഫോളോയിങ്. മോനെ ഇതൊരു പ്രൈമറി അല്ലേടാ, ഇത് അരോമാറ്റിക് ആണോ? അവനെ നോക്ക് തന്നെ വേണ്ട. കാര്യം അലിഫാറ്റിക് അമീൻസിനേക്കാൾ ബേസിസിറ്റി കുറഞ്ഞ ആളാണ് അരോമാറ്റിക് അമീൻ. ഇത് നോക്ക് മോനെ, ഇത് ഒരു ഡബിൾ ബോണ്ട് ഉള്ള നൈട്രജൻ ആണ്. ഡബിൾ ബോണ്ട് ഉള്ള നൈട്രജൻ ഒന്നും ബേസിക് അല്ല. കാരണം ഡബിൾ ബോണ്ടഡ് ആറ്റങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അവർ ഇലക്ട്രോൺസിനെ കൂടുതൽ ഇങ്ങനെ പിടിച്ചു വെക്കുന്നവരാണ്, വിട്ടുകൊടുക്കില്ല. ഈവൻ മുത്താണ്. കാരണം എന്താ, ഇതൊരു സെക്കൻഡറി അമീനാണ്. NH എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് കാണുന്നുണ്ട്. സെക്കൻഡറി അമീനാണ്, അരോമാറ്റിക്കുമല്ല. സോ ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. സെക്കൻഡറി ആണല്ലോ ഏറ്റവും കൂടുതൽ ബേസിക് എന്ന് ഞാൻ പണ്ട് പഠിപ്പിച്ചതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ഹിൻസ്ബർഗ് റിയേജന്റ്? ബെൻസീൻ എങ്കിൽ SO2Cl. ഓപ്ഷൻ 1. An amine X reacts with benzene sulfonyl chloride and the product thus obtained is soluble in KOH. Primary amine. Option 1. Which of the following species are involved in carbylamine test? Carbylamine ടെസ്റ്റിൽ ആരൊക്കെ വേണം? കാർബൈലമീൻ ടെസ്റ്റിൽ ആരൊക്കെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഐസോസൈനൈഡ് ഇൻവോൾവഡ് ആണ്, കാര്യം അയാളാണ് പ്രൊഡക്റ്റ്. ക്ലോറോഫോം ഇൻവോൾവഡ് ആണ്, അയാളാണ് റിയേജൻറ്റ്. COCl2 ഇല്ല, NaNO2 + HCl ഇല്ല. 1 and 2. Option 2. Basic strength of different alkylamine depend upon. Which of the following substance react with nitrous acid to give a hydroxy compound? Hydroxy compound എന്ന് പറഞ്ഞാൽ ആരാടാ?
OH ഗ്രൂപ്പ് ഉള്ളവൻ. അപ്പോൾ OH ഗ്രൂപ്പ് ഉണ്ടാവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? OH ഗ്രൂപ്പ് ഉള്ള ആൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? പ്രൈമറി അലിഫാറ്റിക് അമീൻ ഉപയോഗിക്കുമ്പോഴാണ് അല്ലേ? പ്രൈമറി അലിഫാറ്റിക് അമീൻ ഉപയോഗിക്കുമ്പോഴാണ്. ഇത് പ്രൈമറി അലിഫാറ്റിക് അമീനാണ്, ഇത് സെക്കൻഡറി ആണ്, ഓനെ വിട്ടു. ഇത് പ്രൈമറി ആണ് പക്ഷേ അരോമാറ്റിക് ആണ്. പ്രൈമറി അരോമാറ്റിക് കോമ്പൗണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ബെൻസിൻ ഡയസോണിയം സോൾട്ടാണ് കിട്ടുക എന്ന് പണ്ടൊരു തന്ത പറഞ്ഞിട്ടുണ്ട്. ഇൻ ദി നൈട്രേഷൻ ഓഫ് ബെൻസിൻ വിത്ത് എ മിക്സർ ഓഫ് കോൺസെൻട്രേറ്റ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റ് H2SO ഫോർ ദി ഇലക്ട്രോഫൈൽ ഇൻവോൾവ്ഡ്. ഈ ചാപ്റ്ററുമായി ബന്ധമില്ല, ഓർത്ത് വെച്ചോ. നൈട്രേഷൻ അതിപ്പോൾ ബെൻസിൻ ആണെങ്കിലും അനിലിൻ ആണെങ്കിലും എല്ലായിടത്തും നൈട്രേഷൻ്റെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് NO2+ ആണ്. NaOH 1 ഇക്വലൻ്റ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. NaOHൻ്റെ പണി എന്താ? ഹാലോ ആൽക്കൈനിലെ ക്വസ്റ്റ്യൻ ആണ്. NaOHൻ്റെ പണി എന്താ അറിയോടാ? ഹാലജനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം OH കൊടുക്കുക. അപ്പോൾ ഇവിടെ ക്ലോറിൻ ഒരു ഹാലജൻ, ബ്രോമിൻ ഒരു ഹാലജൻ, ഇങ്ങനെ 2 ഹാലജൻസ് ഉണ്ട്. അതിനെ റീപ്ലേസ് ചെയ്തിട്ട് OH കൊടുക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ NaOH 1 ഇക്വലൻ്റേ ഉള്ളൂ, വിച്ച് മീൻസ് ഏതെങ്കിലും ഒരു ഹാലജനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. നോട്ട് ചെയ്യണേ മോനെ, ബെൻസീൻ റിങ്ങുമായി ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത ഹാലജൻ ഈസിലി റീപ്ലേസബിൾ അല്ല. ഈസിലി റീപ്ലേസബിൾ അല്ല, അയാൾ അവിടെ കിടക്കും. അപ്പോൾ ഒന്നേ മാറ്റാൻ പറ്റുള്ളൂ എങ്കിൽ ക്ലോറിൻ മാറിയിട്ട് പകരം അവിടെ OH കയറും. അത് മാത്രമേ റിയാക്ഷൻ ചേഞ്ച് ഉള്ളൂ. CH2OH, ഇവിടെ ബ്രോമിൻ, ഇവിടെ NO2, ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് ബെൻസീൻ റിങ്ങിൽ HNO3 ബാർ H2SO4. ഇത് നല്ലോണം ശ്രദ്ധിച്ചോളണം, പലർക്കും തെറ്റിപ്പോകും. മോനെ ബെൻസീൻ ആണല്ലോ, എടാ HNO3 ബാർ H2SO4 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ NO2 ഗ്രൂപ്പ് കയറുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൽ തന്നെ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് എടുത്തു പറഞ്ഞാൽ, അതിവിടെ ഉണ്ട്, 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് എടുത്തു പറഞ്ഞാൽ ഈ NO2വിൻ്റെ മെറ്റാ പൊസിഷനിൽ ഒരു NO2 കൂടി കയറും. നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് എടുത്തു പറഞ്ഞാൽ മെറ്റാ ഡൈനൈട്രോ ബെൻസീനാണ് കിട്ടുക. അടുത്ത സ്റ്റെപ്പിൽ ടിൻ ബാർ HCl ഇട്ട് ചൂടാക്കി. ടിൻ ബാർ HCl ഇട്ട് ചൂടാക്കിയാൽ എന്താ സംഭവിക്കുക? NO2 ഗ്രൂപ്പ് NH2 ആയി മാറുമെന്ന് ചാപ്റ്ററിൻ്റെ തുടക്കത്തിലെ റിയാക്ഷൻസിൽ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മെറ്റാ ഡൈ അമീൻ ആണ് കിട്ടുക. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ക്ലിയർ അല്ലേ? ക്ലോറിൻ ഉണ്ട്, NO2 ഉണ്ട്, 2 NO2 ഉണ്ട്. NaOH ഇട്ട് ചൂടാക്കി, നല്ലോണം ചൂടാക്കുന്നുണ്ട്. എന്തിനാ? ക്ലോറിൻ പോയി പകരം അവിടെ OH വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ബെൻസീൻ റിങ്ങുമായി അറ്റാച്ച് ചെയ്ത ഹാലജൻ ഈസിലി റീപ്ലേസബിൾ അല്ല എന്നാ പറഞ്ഞേ. അല്ലാത്തൊരു ഹാലജൻ ഉണ്ടെങ്കിൽ അതിനാണ് ആദ്യം റീപ്ലേസ്മെൻറ്റ് നടക്കുക എന്നാണ് അതിനർത്ഥം. അല്ലാതെ ഒരിക്കലും റീപ്ലേസ്മെൻറ്റ് നടക്കില്ല എന്നതിന് അർത്ഥമില്ല. അതിന് എക്സാമ്പിളാണ് ഡൗസ് പ്രോസസ്സ്. ഡൗസ് പ്രോസസ്സിൽ ഫീനോൾ ഉണ്ടാക്കുന്നത് ക്ലോറിനെ റീപ്ലേസ് വിട്ടേക്ക്. അപ്പോൾ ആ ഫസ്റ്റ് പ്രൊഡക്റ്റിൽ നമുക്ക് അവിടെ OH വരും. ബെൻസീൻ റിങ്ങിൽ ഇവിടെ ക്ലോറിൻ ഉണ്ടായിരുന്നിടത്ത് OH വരും. അടുത്ത സ്റ്റെപ്പിൽ ടിൻ ബാർ HCl ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ NO2 NH2 ആയിട്ട് മാറും. സോ ദിസ് ഈസ് ദി ആൻസർ. 2,4 ഡൈ അമിനോഫിനോൾ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 2 ഈസ് ദി കറക്റ്റ് ആൻസർ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അനിലിൻ വിത്ത് ബ്രോമിൻ വാട്ടർ. ബ്രോമിനും വാട്ടർ ഉപയോഗിച്ചാൽ 2,4,6 ട്രൈബ്രോമോ അനിലിൻ കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വാട്ട് ഈസ് ദി എൻഡ് പ്രോഡക്റ്റ് ഓഫ് ദി ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ? ഇതിൽ പല ചാപ്റ്ററുകളുണ്ട് മോനെ. PCl5 ഉപയോഗിച്ചാൽ ബെൻസീൻ റിങ്ങിൽ COOH ഉണ്ടായിരുന്ന OH പോയിട്ട് COCl ആവും. അതിൽ അമോണിയ ഉപയോഗിച്ചാൽ ബെൻസീൻ റിങ്ങിൽ COCl ഉണ്ടായിരുന്നത് CONH2 ആവും. അതിൽ ബ്രോമിൻ ബാർ KOH ഉപയോഗിച്ചാൽ ബ്രോമിൻ ബാർ KOH ഏതാ? ഹോഫ്മാൻ ബ്രോമോമൈഡ് റിയാക്ഷൻ. ഞാൻ എങ്ങനെയാണ് പഠിപ്പിച്ചത്? സിമ്പിളായിട്ട് കാണാൻ, ഈ CO എന്ന് പറയുന്ന ഗ്രൂപ്പ് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. ബെൻസീൻ റിങ്ങിൽ NH2 എന്ന് മാത്രം ബാക്കിയാകും. സോ ദി ആൻസർ ഈസ് അനിലിൻ. ദി ഫൈനൽ പ്രൊഡക്റ്റ് ഇൻ ദി ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ. അനിലിൻ ഉണ്ട്, ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ചു. അനിലിനിലേക്ക് ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ചാൽ എന്ത് കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്? 2,4,6 ട്രൈബ്രോമോ അനിലിൻ കിട്ടും. ക്ലിയർ അല്ലേ? അതിലേക്ക് NaNO2 ബാർ HCl ഉപയോഗിച്ചാൽ NH2 എന്ന ഗ്രൂപ്പ് എന്തായി മാറും? N2Cl ആയിട്ട് മാറും. NH2 N2Cl ആയിട്ട് മാറും. ഇവിടെയും 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 ബ്രോമിൻ കിട്ടും. ആ ബ്രോമിനിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. HbF4 ഇട്ട് ചൂടാക്കി. ബെൻസീൻ ഡയസോണിയം സോൾട്ടിൻ്റെ റിയാക്ഷനായിട്ട് ഞാൻ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ ഇവിടെയും ഇവിടെയും ഇവിടെയുള്ള ബ്രോമിനുകൾക്ക് മാറ്റമൊന്നുമില്ല. HbF4 ഇട്ട് ചൂടാക്കി കഴിഞ്ഞാൽ N2Cl പോയിട്ട് പകരം അവിടെ ഫ്ലൂറിൻ വരും. അപ്പോൾ ഓപ്ഷൻ ഏതാടാ? ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, മാച്ച് ദി കോളം വിത്ത് കോളം 2. ഇതാരാ? ഹിൻസ്ബർഗ് റിയേജൻ്റാ.
ഹിൻസ്ബർഗ് റിയേജൻറ്റ് എസ്. കൺവേർഷൻ ഓഫ് അമൈഡ് ടു അമീൻ, അമൈഡിനെ അമീനാക്കി മാറ്റുന്നത് ഏതാ? ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. കൺവേർഷൻ ഓഫ് പ്രൈമറി അമീൻ ടു ഐസോസൈനൈഡ്, കാർബൈലമീൻ റിയാക്ഷൻ. ഡൈമീഥൈലമീൻ ഈസ് എ സെക്കൻഡറി അമീൻ, SRQP. ഓപ്ഷൻ 4. കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ബേസിക് സ്ട്രെങ്ത് ഇൻ അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയ CH3NH2. ഞാനിവിടെ എഴുതുന്നുണ്ട്, അമോണിയ ഉണ്ട്, CH3NH2 ഉണ്ട്, CH3 ട്വൈസ് NH ഉണ്ട്. ഈവൻ സെക്കൻഡറി അല്ലേടാ. അപ്പോൾ സെക്കൻഡറി അമീനാണ് ഏറ്റവും കൂടുതൽ ബേസിക്, പിന്നെ പ്രൈമറി അമീൻ, അതിൻ്റെയും താഴെയാണ് അമോണിയ. കാര്യം ഇവർ രണ്ടുപേരും അലിഫാറ്റിക് അമീൻസ് ആണ്. അലിഫാറ്റിക് അമീൻസ് ആർ മോർ ബേസിക് ദാൻ അമോണിയ. സോ സെക്കൻഡറിക്ക് ഏറ്റവും കൂടുതൽ എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ട് ഇതാ ഇവിടെ, പിന്നെ പ്രൈമറി, പിന്നെ അമോണിയ. ഓപ്ഷൻ 4 ഈസ് ദി കറക്റ്റ് ആൻസർ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ അമീൻസ്. വാട്സപ്പ് ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് സ്വാഗതം. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് ടെക് പരിപാടികളാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസും മറ്റു ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളുടെ ലിങ്കുകളും എല്ലാം ഞങ്ങൾ അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറഞ്ഞ കാലത്തേക്കാണെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിലാണെങ്കിലും എൻട്രൻസിനെ നോക്കിക്കാണുന്നവർക്ക് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി വളരെയധികം സഹായകരമായിരിക്കും. കഥ പറയുന്നില്ല, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.